ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറേ നേരം ബോർഡടിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് സ്കൂൾ ഷോപ്പിംഗ് നടത്തിയായിരുന്നു ഞാനും മിനിഞ്ഞാന്ന്. അപ്പം അത് എല്ലാം ഒന്ന് അൺബോക്സിങ് ചെയ്യാം. ഇതാണ് ഒരു കവർ, പിന്നെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതും കുട ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൊങ്ങിയൊരു ചെരുപ്പ്. ഈ ചെരുപ്പിൽ ഇതാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ്. ഇതാണ്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 100 എത്രയാണ്, 150 അങ്ങനെയാണ്. പിന്നെ കൊട, ഒരു ബ്യൂട്ടിഫുൾ കൊടയാണ്. സ്കൂൾ ഷോപ്പിൽ ഞാൻ വാങ്ങി. വിസിലൊക്കെ ഉണ്ട്. അത് ഇതിന് ആ കൊടയ്ക്ക് റേറ്റ് വരുന്നത് 450 ഇതിലാണ് വരുന്നത്. നമുക്ക് ഈ ജിത്തെടുക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഒരു ബ്യൂട്ടിഫുൾ പൗച്ച്. അത് ഇന്നലെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് പറഞ്ഞു പോയതാട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൗച്ചായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയുള്ളതെന്ന് കാണിച്ചു. അത്യാവശ്യം കുറേ സാധനങ്ങൾ കൊള്ളാൻ പറ്റുന്നൊരു പൗച്ച് തന്നെയാണിത്. ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കൊള്ളി, ഇവിടെ ഒരു കൊള്ളി, ഇവിടെ ഒരു കള്ളി. ഇതായിരുന്നു പൗച്ചിൻ്റെ. ഇത് പിന്നെ ഇതിന് എത്രയാന്ന് പറയുമ്പോൾ ഒരു 500 രൂപയാണ് ഇതിന് വരുന്നത്. പിന്നെ കുറേ അധികം പെൻസിലുകൾ വാങ്ങി. കുറേ പെൻസിലുകൾ വാങ്ങി 3ാം ക്ലാസ്സിലേക്ക് വേണ്ടി. ഞാൻ അപ്പം 4ൽ എത്തേണ്ടതാണ്. പക്ഷേ ഞാൻ കൊറോണയ്ക്ക് പോകാത്തതുകൊണ്ട് ഇതിനെല്ലാം 2 രൂപയാണ്. 2, 4, 6, 8, 10 രൂപ ഉള്ളൂ ഇതിനെല്ലാം. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള 5 കളർ പെൻ. ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പെന്നാണ് വാങ്ങുന്നത്. പിന്നെ ഇട്ട് നോക്കിയപ്പം ഇതാണ് കിട്ടിയത്. ഈ പെന്നിനെന്ന് പറയുന്നത് റേറ്റ് 39 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഒരു പെൻസിൽ, ക്യൂട്ട് പെൻസിൽ. അതിന് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 രൂപയാണ് വരുന്നത് ഇതിന് റേറ്റ്. പിന്നെ നമ്മളെ പിന്നെ കൈയിട്ട് നോക്കിയപ്പോൾ കിട്ടിയത് നമ്മളെ ഈ സീലില്ലേ കുത്തണത്, അതും വാങ്ങി. നല്ല സ്മൈലിൻ്റെ ആണ്. ഇത് കുറച്ച് കൂടുതൽ വാങ്ങി. 4-5 എണ്ണം, 6, 8, 10 എണ്ണം വാങ്ങി. പക്ഷെ അത് എടുത്താണുള്ളത്. നേരത്തേനും ചെക്കൻ മൊബൈലും ഉണ്ട്. അമ്മേനോട് വരാം. പിന്നെ ഒരു ടാപ്പ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ടാപ്പ് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ടാപ്പ്. പിന്നെ ഒരു ക്യൂട്ട് സ്കെയില്. ഇത് ഇതാണ് എന്താ മറന്നുപോയി. ഒരു സ്കെയില്. ഇത് എങ്ങനെയൊക്കെ നോക്കിയാലും പൊട്ടിയേയില്ല. ഇതെന്താ വളയ പോലും ഇല്ല. മര്യാദക്ക് വളയ പോലും ഇല്ല. പിന്നെ ഇത് ഒരു കട്ടറും റബ്ബറും ഉള്ളത്. ഇതിവിടെ റബ്ബറ്, ഇപ്പുറത്തെ ഇത് കട്ടറാണ്. ഇതിന് റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പിന്നെ ഇതിനും 10 രൂപ തന്നെയാണ് വരുന്നത്. ഈ സ്കെയിലിന്
എത്ര സ്കെയിലിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും 10 രൂപയാണ്. ഇതിന് റേറ്റ് 8 രൂപയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണം 10 രൂപേൻ്റെ കവർ. 2 വാങ്ങിയായിരുന്നു. ഒന്ന് ലബൂബുൻ്റെ, ഒന്ന് മറ്റേ ഈ കുതിരേൻ്റെയും. എനിക്ക് പെൺകുട്ടികളെ വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഇത് തന്നെ ഉള്ളു, കുറേ ഉണ്ട്. പെൺകുട്ടികളെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു ക്യൂട്ടി ബുക്ക്. ക്യൂട്ടി ബുക്ക് ഇതിലിങ്ങനെ പേജൊക്കെ തുറന്ന് തന്നെ ഇങ്ങനെ എഴുതാനൊക്കെ പറ്റുന്ന. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മറ്റേ സ്റ്റിക്കി നോട്ട്. അയ്യോ, പിന്നെ എന്താ പറയേണ്ടത്, ഇതിന് ഇത് ഫുള്ളിനും എത്ര രൂപയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ടിന് ഫുള്ളിനും 39 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ കവർ സ്റ്റിക്കറിന് 20 രൂപയാണ് രണ്ടിനും കൂടെ വന്നത്. ഇതിന് 50 രൂപയാണ് റേറ്റ് വന്നത്. പിന്നെ ഇതിന് 10 രൂപ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, 10 രൂപയാണ് ഇതിന്. പിന്നെ നമ്മളുടെ എല്ലാവർക്കും ചെറിയ ക്ലേൻ്റെ റേറ്റ് അറിയാമല്ലേ. ചെറിയ ക്ലേ വാങ്ങി അത് പൊട്ടി താഴെ വീണ് പോയി, അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കാൻ കുറച്ച് നേരം വെച്ചത്. പിന്നെ നമുക്ക് ക്ലേ വാങ്ങി. ഇതിന് റേറ്റ് പിന്നെ പറയാം, എന്നാലും അറിയാമെന്ന് എനിക്കറിയാം. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഇത് മറ്റേ ഇതിന്. പിന്നെ കുറേ ബുക്കുകൾ, എൻ്റെ അടിയിലെ സാധനങ്ങൾ കുറേ ഉണ്ട്. ബുക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും ഉള്ളത്. ഇനി ഈ സാധനങ്ങൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു നമുക്ക് മറ്റേ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ടാപ്പ്. പിന്നെ കുറേ ബുക്കുകൾ. ബുക്ക് ഇത് കണ്ടോ, ഈ ഒരു കവറിൽ നിന്ന് ഇത്രയും സാധനങ്ങളാണ് സ്കൂൾ പെയിൻറ്റിങ് ഞാൻ കളക്ഷൻ ചെയ്തത് കേട്ടോ. ഇത് ഞാനൊരു വലിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ വീഡിയോൻ്റെ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കളക്റ്റിംഗ് വീഡിയോ. അതിനെല്ലാം ഇടാൻ പറ്റുള്ളൂ. വേറൊരു സാധനം കൂടെ വാങ്ങിയത് മറന്നുപോയി, വാങ്ങി ഇവിടെയാണ് വെച്ചത്. അതാണ് ഞാൻ കുറേ നേരം 2 സാധനം കൂടെ വാങ്ങി. പിന്നെ ഒരു മാർക്കർ വാങ്ങി, ക്യൂട്ടായിട്ടുള്ള ബുക്ക് പിന്നെ വാങ്ങി. പിന്നെ നമ്മൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. അങ്ങനെ പുതിയ പെണ്ണെടുത്തു, ബ്ലാക്ക് എടുത്തു. ഇത് പൊട്ടിച്ചു. ബുക്ക് കുറേ കോപ്പി ബുക്സ് ഉണ്ട്. പിന്നെ ഒന്ന് കൂടുതൽ കോപ്പി ബുക്കുണ്ട്. അതാണ് ഇതൊന്ന് പറഞ്ഞത്. ഇതിനൊക്കെ ഈ ബുക്കിനെല്ലാം റേറ്റ് വരുന്നത്. വേറൊരു ബുക്കും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇത് എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഡ്രോയിങ് ബുക്കിന് ഇതിന് എത്ര റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 രൂപയാണ്. ഈ ബുക്കിനൊക്കെ റേറ്റ് എത്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 29 രൂപയാണ്. ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചത്. ഞാൻ കുറേ പിന്നെ ഇത് വാങ്ങി, ഞാൻ വാങ്ങിയതാണ്. എനിക്കിത് അംബോസിങ് ഇത് പിന്നെ വാങ്ങിയിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. അത് നിങ്ങളെയും കൂടെ കാണിച്ച് തുറക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എല്ലാ വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ
അൺബോക്സിംഗ് വീഡിയോ. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഫെദർപെണ്ണൊക്കെ വാങ്ങാൻ ഞാൻ വിചാരിച്ചതാ, പക്ഷെ അതൊന്നും കിട്ടാത്തതുകൊണ്ട് കേട്ടോ. ഫെദർ പെൻ, അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെദർ പെൻ വാങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷെ അത് കിട്ടിയില്ല. കുറേ അധികം നല്ല നോക്കി എല്ലായിടത്തും നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇതിലൊന്നും വരയിട്ട് നോക്കി നല്ലോണം. എനിക്ക് ഇങ്ങനത്തെ മണക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാം. ഇനി ഇതിലെല്ലാം വരയിട്ട് നോട്ടാണ്. അപ്പൊ ഇത്രയും ബുക്കാണ് വാങ്ങിയത്, സാധനങ്ങളൊക്കെ. അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു.